ഒളിയായി മാറിടുമോ പിരിയാകുന്നെന്നുമേ ജീവനീ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവാനും ടാൻ റിമൂവ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് ഞാൻ ഫേസിലല്ല ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്, എൻ്റെ കയ്യിലാണ്. കാരണം ടാൻ റിമൂവ് ആവുന്നത് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൈ തന്നെ ചെക്ക് ചെയ്യണം. കാരണം എൻ്റെ ഫുൾ ബോഡിയിൽ ഏറ്റവും അധികം ടാൻ ആയിരിക്കുന്നത് എൻ്റെ കൈയാണ്. രണ്ട് കയ്യിലും നല്ല രീതിക്ക് ടാൻ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഒരു കയ്യിൽ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ. കാരണം വേറൊന്നുമല്ല, മറ്റേ കൈയും ഈ കൈയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കാനാണ്. അതായത് റിസൾട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടി എന്ന് ഉറപ്പാണ്. കാരണം റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ബെൽ ബട്ടൺ അമർത്തുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറയാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എങ്കിൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് ഈ ഒരു റിമൂവിംഗ് പാക്കിനെ, ടാൻ റിമൂവിംഗ് പാക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. വീഡിയോ ആദ്യത്തെ കുറച്ച് ഭാഗം ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ പാക്ക് ട്രൈ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ മേ ബി ഈ വീഡിയോയിൽ പറയുന്ന പകുതിക്കാരൻ കേൾക്കാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കണം. പിന്നെ എൻ്റെ തലമുടി ഇവിടെ കുറച്ച് ഇതായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. സാരമില്ല, അവിടെ എന്തായാലും നമുക്ക് ഞാൻ പോയിട്ട് പാക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. പിന്നെ ഞാൻ ഈ ആക്ഷൻ സോങ് കാണിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് സംസാരിക്കുമ്പോൾ കൈയിട്ട് ഇങ്ങനെ അലച്ച് ശീലിച്ചു പോയി, അതുകൊണ്ടാണ്. ഏതായാലും ഞാൻ പോയിട്ട് പാക്കിനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വയനാട്ടിൽ നടന്ന കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഇവിടെ എന്തായാലും മഴയും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം കുഴപ്പമില്ലാത്ത സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സേഫാണ്. എൻ്റെ വീഡിയോ കാണുന്നത് എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നതൊക്കെ വിശ്വസിക്കുന്നു. ഇപ്പം മഴ കുറച്ച് പൊതുവെ കുറവുണ്ട്. എന്നാലും ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ മിക്ക ഫേസ് പാക്ക് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കുഴക്കുന്നത്. കാരണം അമ്മയുടെ അടുക്കളയിൽ പാത്രം എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനമാകില്ല. അപ്പം ഈ പാക്കിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ്. അമ്മയുടെ അടുക്കളയിൽ നിന്നുള്ള എല്ലാ സാധനം, ഇതൊരു കുക്കറി ഷോ ഇല്ല കേട്ടോ. അടുക്കളയിൽ നിന്നുള്ള എല്ലാ സാധനം കോഫി പൗഡർ. ശരിക്കും പറഞ്ഞാൽ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുക്കേണ്ടത്. അതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ആ സാധനം ഇല്ല. എന്ന് വൈകിട്ട് ബ്രൂ 10 രൂപയുടെ ബ്രൂ പാക്കറ്റ് ഇവിടെ മേടിക്കും പാൽ ചായ ഇട്ട് കുടിക്കാൻ. ആ 10 രൂപയുടെ ഒരു ബ്രൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം വേറെ എണ്ണം മേടിക്കണം. കാരണം ബ്രൂ ഇപ്പം ഒരു പാക്കറ്റ് വെച്ച് മേടിച്ചു തരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഫേസ് പാക്ക് ഇടാൻ വേണ്ടി ബ്രൂ പൊടി മേടിക്കാൻ പറഞ്ഞാൽ എന്നെ ഓടിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സ്പൂൺ കോഫി പൗഡർ, ഒരു സ്പൂൺ മതിയാകില്ല. കാരണം ദൈവം ഈ വീഡിയോ കാണുന്ന സമയം അമ്മ എന്നെ കൊല്ലും, എനിക്ക് ഉറപ്പാണ്. അടുക്കളയിലെ കാപ്പിപ്പൊടി എല്ലാം എടുത്ത് ഫേസ് പാക്ക് ഉണ്ടാക്കി കളയ്ക്കാം. മതിയാകുമോ? കുറച്ചെടുക്കാം. കയ്യിൽ ഫുള്ള് ഇടണ്ടേ, ഇത്രയും മതി. ഇതിലും കൂടുതലെടുത്താൽ ചിലപ്പോൾ എന്നെ ഓടിക്കും. അപ്പൊ എന്തായാലും അത്രയും എടുത്തു. കോഫി പൗഡർ, നിങ്ങൾക്ക് ബ്രൂവിൻ്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അത് മേടിച്ച് യൂസ് ആക്കാം. ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ആക്ച്വലി ഇതൊരു പാക്കാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ശരിക്കും ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് കൂടെ ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒരു ചെറിയ എമൗണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ചെറിയ എമൗണ്ട് കണ്ടോ, ഒരു ഇത്രയും ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഫേസിലിടുമ്പോൾ നമ്മൾ ഷുഗർ നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. ഫേസിലിടുമ്പം ഷുഗർ ഇട്ടുള്ള പാക്കൊക്കെ നമുക്ക് ഫേസിലിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാം, സ്ക്രബ് ചെയ്യാം. പക്ഷെ ആക്നേസ് ഉള്ളവർക്ക് അത് ഒട്ടും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ആക്നെ നല്ലോണം ഇറിറ്റേറ്റ് ചെയ്യും ഏതൊരു സ്ക്രബ് ആയാലും. അപ്പോൾ എന്നാലും ഇത് രണ്ടും ജോയിൻ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് എടുക്കാം.
ഞാനിവിടെ എടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ആലോവേര ജെല്ലാണ്. ഇത് എസ്പെഷ്യലി ഫോർ ഫേസ് ആണ്, ആലോവേര ഫേസ് ജെല്ലാണ്. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു പാക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഫേസിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പാക്കാണ്. കോഫി പൗഡർ പ്ലസ് ടാൻ റിമൂവിങ് പാക്കാണ്. കോഫി പൗഡറും അതായത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഈ ഒരു ആലോവേര ജെല്ലും അടിപൊളിയാണ്. അത് രണ്ടും മിക്സ് ചെയ്ത് ഫേസിലിട്ടാൽ ടാൻ റിമൂവ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇപ്പം ഞാനിത് പരീക്ഷിക്കുന്നത് ഇതിലായത് കാരണം പിന്നെ കയ്യിലൊന്ന് ഇട്ട് ഡിഫറൻസ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിലായത് കാരണം എങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റിസൾട്ട് കിട്ടിയാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള അളവിനാണ് ആലോവേര ജെൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ആലോവേര ജെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിലാണ് നമ്മളത് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇത് മതിയാവുമെന്ന് കരുതുന്നു. ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ കൈ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഡ്രൈ ആയ കയ്യിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് എടുത്തിട്ടുണ്ട്. ചാറ് പോലെയൊന്നും ആക്കിയില്ല, കാരണം ഇത് അങ്ങനെ ആവില്ല. പിന്നെ ഇതിനകത്തിട്ട് ഷുഗറൊക്കെ ഈ ഒരു മിക്സിയിൽ തന്നെ ഇളകി അലിഞ്ഞു ചേർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒത്തിരി ലാഗാക്കാതെ. പിന്നെ കോഫി പൗഡർ അലർജി ഉള്ളവർ, ആലോവേര ജെൽ അലർജി ഉള്ളവർ, ഇവരൊന്നും ദയവ് ചെയ്ത് ഈ പാക്ക് ട്രൈ ചെയ്യാനേ നിൽക്കരുത് ഒരു കാരണവശാലും. കാരണം അത് നിങ്ങൾക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്ക് സമാധാനം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേർക്ക് കോഫി പൗഡർ, ആലോവേര ജെല്ല്, നാരങ്ങ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വരെ അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാനേ നിൽക്കണ്ട. അലർജി ഒന്നും ഇല്ലാത്തവർ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സാധനമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫുൾ കയ്യിലോ അല്ലെങ്കിൽ ഫുൾ ഫേസിലോ ഇട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇടാം. കണ്ട ഒരു ഭംഗിയില്ലാത്ത സാധനമാണ്. നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഫേസിലിടാൻ അത്ര സ്യൂട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഈ ഒരു കോഫി പൗഡർ. കാരണം ഇച്ചിരി തരിതരിപ്പുള്ള കോഫി പൗഡറാണിത്. മറ്റേ ബ്രൂ ആണെങ്കിൽ തരിതരിപ്പ് കാണില്ല, എന്താ നല്ല സ്മൂത്താണ് ബ്രൂ. ഇത് കുറച്ച് തരിതരിപ്പുള്ള. കയ്യിലൊക്കെ ഇങ്ങനെ നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഇളകിയും പൊക്കോളും. ആൻഡ് ഓൾസോ നമ്മുടെ ടാനും റിമൂവ് ആവും, കൈയും സ്മൂത്ത് ആവും. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം. ഇതാണ് കേട്ടോ എൻ്റെ കൈയുടെ ടാനിൻ്റെ അവസ്ഥ. ഇത്രയും ടാനുള്ള ഒരു കൈയാണ്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ക്യാമറയിൽ വിസിബിൾ റിസൾട്ട് കാണുമോ ഇല്ലയോ എന്നൊന്നും. എന്തായാലും ഞാൻ നോർമൽ ലൈറ്റിൽ എടുത്തു നോക്കട്ടെ കൈയുടെ ഫോട്ടോ. ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ കൊടുത്തു നോക്കാം. ഓക്കെ, എടുത്ത പാക്ക് ഫുള്ള് ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. മേളിലേക്ക് ഞാൻ അധികം കുറച്ചൊക്കെ അപ്ലൈ ചെയ്തേക്കാം. വിരലിലേക്കൊന്നും അധികം അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ടാനുള്ള ഏരിയയിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാനുണ്ട്. ഫുൾ കൈ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എൻ്റെ നല്ല ഡ്രസ്സാണ്. വീഡിയോയ്ക്ക് വേണ്ടി അത് കൊളാക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ എന്തായാലും 20 മിനിറ്റിന് ശേഷം ഞാനത് വാഷ് ചെയ്തിട്ട് ഇത് കഴുകിയിട്ട് വന്നിട്ട് ഞാൻ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കൈ നല്ലോണം സ്മൂത്തായി ആൻഡ് ഒറ്റ യൂസിൽ തന്നെ നല്ലോണം ചേഞ്ച് ഉണ്ടായി എന്ന് പറയണം. കാരണം നല്ല സ്മെല്ലുണ്ട് കൈക്ക്. ഈ ഒരു ഫേസ് പാക്ക് ഭയങ്കര സ്മൂത്ത്. നമ്മൾക്ക് ഇടിയിട്ട് ഉരച്ചോണ്ടേ ഇരിക്കാൻ തോന്നും. ഡിഫറൻസ് കാണിച്ചു തരട്ടെ. ഇതാണ് ഞാൻ പാക്ക് ഇട്ട കൈ, ഇത് ഇടാത്ത കൈ. ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് വലിയ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു ദിവസം ട്രൈ ചെയ്താൽ ഇതുപോലെ റിസൾട്ട് കിട്ടുമെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് എത്ര അധികം റിസൾട്ട് കിട്ടും. പിന്നെ ഷുഗർ ഇടുന്നതുകൊണ്ട് തന്നെ എന്താ ഭയങ്കര എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഷുഗർ ഇടാണ്ട് നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഡെയിലി യൂസ് ആക്കാനാണെങ്കിൽ ഷുഗർ ഇടാത്തായിരിക്കും നല്ലത്. എന്ന് എക്സ്പോളേറ്റ് ചെയ്യുന്നത് സ്കിന്നിന് നല്ലതല്ല. ഇനി ഷുഗർ ഇട്ട് നിങ്ങൾ വീക്ക്ലി വൺസ് ഒക്കെ ട്രൈ ചെയ്താൽ മതി. അല്ലാണ്ട് ഷുഗർ ഇടാതെ ഈ പാക്ക് ഡെയിലി ഒന്ന് കയ്യിലിട്ട് നോക്ക്. ഒറ്റയടിക്ക് തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇവിടുത്തെ ഒരു ഡാർക്ക് കളറാണോ ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ നോക്ക്. നല്ല മണമുണ്ട്, ഭയങ്കര സ്മൂത്തുമാണ്. പാക്ക് ഇട്ട കൈയാണ് കേട്ടോ ഇത്. ശരിക്കും ഞാൻ ഈ വീഡിയോ നോർമൽ ലൈറ്റിൽ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു ലൈറ്റിൽ എൻ്റെ കയ്യിൽ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നോർമൽ ലൈറ്റിൽ കാണാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഫോൺ ഒരു പൊട്ട ഫോണാണ്, അതുകൊണ്ടാണ് കേട്ടോ.
സോറി ഗൈസ്. എന്തായാലും നിങ്ങൾ ഈ നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ കൺസേൺ അതായത് സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്ത് നോക്കുക കേട്ടോ. ഈ പാക്ക് എന്തായാലും 100% വർക്കിംഗ് ആണ്. അടിപൊളി പാക്കാണ്. ഇത് ഫേസിൽ എങ്ങനെയാണ് വർക്കിംഗ് ആവുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ കയ്യിലെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഇട്ടത്. എന്തായാലും കയ്യിൽ എനിക്ക് നല്ലോണം വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഇതുപോലെ കയ്യിലോ കാലിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അടിപൊളിയാണ്. അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.